പാകിസ്ഥാനേക്കാളും ഇന്ത്യക്ക് വലിയ ഭീഷണി ചൈനയാണ്. ചൈനീസ് അതിർത്തിയിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നമ്മൾ നല്ല റോഡുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന റോഡുകളെന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ആ റോഡുകളിൽ വിമാനങ്ങൾ ഇറക്കാം, റൺവേ പോലും ഉപയോഗിക്കുന്ന റോഡുകളാണ്. മുമ്പൊക്കെ പറയുന്നത് അതിർത്തിയിൽ, ചൈനയുടെ അതിർത്തിയിൽ റോഡുകൾ ഉണ്ടാക്കിയ ചൈനീസ് പട്ടാളം അതിലൂടെ നമ്മളൊക്കെ ആക്രമിക്കാൻ വരും, ചൈനയ്ക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, അപ്പോൾ അവർ നമ്മളോട് ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, ചൈന നമ്മളെ ആക്രമിച്ചാൽ നമ്മളത് നേരിടും എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി ചൈനീസ് അതിർത്തിയിൽ പുതിയ റോഡുകൾ ഉണ്ടാക്കിയത്. അങ്ങനെ റോഡുകളുടെ പദ്ധതി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു സംഘടന കൊണ്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ചൈന അതിർത്തിയിൽ റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി മരങ്ങൾ വെട്ടുന്നു, അത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നു. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. അതിനുശേഷം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്, പബ്ലിക് മീറ്റിംഗ് വന്നു. പബ്ലിക് മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസ് ഇരിക്കെ പറഞ്ഞു, നമ്മൾ അതിർത്തിയിൽ ഇന്ത്യൻ സേനയെ എത്തിക്കാനും രാജ്യത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വേണ്ടി നല്ല റോഡുകൾ ഉണ്ടാക്കുമ്പോൾ പോലും പരിസ്ഥിതിവാദികൾ എന്ന പേരിൽ ചില ആളുകൾ അതിനെതിരെ കേസുകൾ കൊടുക്കുകയാണ്. കോടതികൾ അത് സ്റ്റേ ചെയ്യുന്ന അവസ്ഥയുമുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഫലമുണ്ടായി. ചൈന അതിർത്തിയിൽ റോഡ് നിർമ്മിക്കുന്നതിനെതിരെയുള്ള സ്റ്റേ സുപ്രീം കോടതി പിൻവലിച്ചു. ഇപ്പോൾ ആൻഡമാനിൽ, ലഡാക്കിൽ ഒക്കെ നമ്മൾ ചൈനയെ നേരിടാൻ വേണ്ടി വലിയ സന്നാഹം ഉണ്ടാക്കുകയാണ്. ആൻഡമാനിൽ നമ്മൾ വലിയൊരു സേനാ താവളം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അവിടെയുമൊക്കെ ഈ ആൻഡമാനിലെ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ ചില മലയാളികൾ പോലും ഉണ്ട്. മലയാളികൾ പോലും അതിന് അവിടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ചൈനയ്ക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും അതിനെ പ്രതിരോധിക്കാൻ ആളുകൾ വരുന്നു. അവർക്ക് പരിസ്ഥിതിവാദികളുടെ മേലങ്കിയാണുള്ളത്. നമ്മുടെ നാട്ടിൽ മതി, കരിമണൽ മുതൽ നിറ്റാരി ജലാറ്റിൻ എന്ന് പറഞ്ഞ് ഏതൊക്കെ വികസന പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായാൽ അതൊക്കെ പരിസ്ഥിതി എന്ന് പറഞ്ഞ് ചില സംഘടനകൾ ഇങ്ങനെ കേസ് കൊടുക്കാൻ പോകും. ഇവർക്കൊക്കെ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ കൂടംകുളം പദ്ധതി വന്നു, വലിയ പ്രക്ഷോഭമായിരുന്നു. ഗ്രീൻ പീസ് പോലെയുള്ള അമേരിക്കൻ സംഘടനകളായിരുന്നു പിന്നിൽ. ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച സുപ്രധാനമായ ഒരു വിധി തന്നെ പറഞ്ഞിരിക്കുന്നു. NGO സംഘടനകൾ എന്ന പേരിൽ വന്ന് നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കുന്നവർ ഓർക്കണം, അതിനൊന്നും അവസരം നൽകാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ വിധി പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതാണ്. അതെ, ഇത് സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കോടീശ്വർ സിംഗ് അവരുടെ ബെഞ്ചാണ് ആ വിധി പറഞ്ഞിരിക്കുന്നത്. ഇത് സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കോടീശ്വർ സിംഗ് അവരുടെ ബെഞ്ചിൽ നിന്നാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ഈ പരിസ്ഥിതി മൗലികവാദികൾ ഇന്ത്യയുടെ സകല പദ്ധതികളെയും പരിസ്ഥിതി കാരണങ്ങൾ പറഞ്ഞ് അട്ടിമറിക്കുന്നത് വിദേശത്ത് നിന്ന് പണം വാങ്ങിയിട്ടാണ്. പരിസ്ഥിതി മൗലികവാദത്തിൻ്റെ പിന്നിൽ മതവും ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, സാംബാജി നഗറിൽ മഹാരാഷ്ട്രയിൽ ജയ്ക്വാഡി ഡാമിൽ ഫ്ലോട്ടിംഗ് സോളാർ പവർ പദ്ധതി നടപ്പാക്കുന്നു. ഒരു ഡാമിലെ ജലാശയത്തിൽ സൗരോർജ്ജ പാനലുകൾ വിരിക്കും, അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കും, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത്. അത് അവിടെ പരിസ്ഥിതിക്ക് വിഘാതം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കഹാർ സമാജ് പഞ്ച് കമ്മിറ്റി ഈ പദ്ധതി നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കെന്ന് പറഞ്ഞ് വാർത്ത വന്നപ്പോൾ തന്നെ ഇവർ കൊണ്ടുപോയി ഗ്രീൻ ട്രിബ്യൂണലിൽ കേസ് കൊടുത്തു. ഗ്രീൻ ട്രിബ്യൂണൽ ഇവർക്കെതിരെ വിധിച്ചു. എന്നിട്ട് അതിനുള്ള അപ്പീലുമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഇവർ വന്നത്. അപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിക്കുമ്പോഴാണ് ഇങ്ങനെ പരിസ്ഥിതി മൗലികവാദികൾ ഉടനെ രംഗത്ത് വന്ന് ഇന്ത്യയുടെ വികസന പദ്ധതികൾ മുഴുവൻ അട്ടിമറിക്കുകയാണ്, ഈ പരിപാടി ഇനി നടപ്പില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് NGOകളെ ഫണ്ട് ചെയ്യുന്നത് ഈ ചില സമയത്ത് കരാർ നഷ്ടപ്പെട്ടവർ, ഇതിൽ പല ആളുകളും പങ്കെടുക്കുമല്ലോ, അത് കിട്ടാത്തവർ. 2 ഇന്ത്യ വിരുദ്ധർ. അപ്പോൾ പരിസ്ഥിതി പറഞ്ഞിട്ട് ഇതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ശരിയാണ്. സുനിൽ നേരത്തെ ചൈനയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ചൈന അപ്പുറത്ത്, അരുണാചലിൻ്റെ അപ്പുറത്ത് ടിബറ്റ് പ്രദേശത്ത് വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം 5 ഡാമുകൾ ചേർത്ത് പണിയാൻ പോകുന്നുണ്ട്. ഇന്ത്യക്ക് വലിയ ദോഷം ചെയ്യുന്നത്. മഴക്കാലത്ത് ഇവിടെ വെള്ളപ്പൊക്കം, വരൾച്ചക്കാലത്ത് ഇവിടെ വലിയ വരൾച്ച, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് ബദലായിട്ട് നമ്മൾ ഇവിടെ ഒരു ഡാം പണിയാൻ പോകുമ്പോൾ
അപ്പം തന്നെ പരിസ്ഥിതി മൗലികവാദികൾ അവിടെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഡാം പണിയാൻ നമ്മുടെ പദ്ധതിക്കെതിരെ അവര് അവിടെ പണിതോട്ടെ എന്നുള്ളതാണ്. അതിനെതിരെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നില്ല. ഈ കൂടംകുളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ആ വഴി മറ്റേ തിരുച്ചെന്തൂരോ മറ്റോ പോയിട്ട് കാറിൽ വരുമ്പോൾ കാറ് വഴി തെറ്റിപ്പോയി. ശരിക്ക് പോകേണ്ട വഴി അല്ലാതെ വേറെ വഴി. അപ്പോഴാണ് ഈ കൂടംകുളം ടൗണിൽ കാറെത്തുന്നത്. ശരിക്കും ഞെട്ടിപ്പോയി. ഈ കൂടംകുളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അതിർത്തിയാണ്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ കൂടംകുളത്ത് കൊണ്ടുപോയി ആണവ പദ്ധതി ആകാം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവിടുത്തെ ആണവ പദ്ധതികളെ എതിർക്കും. പക്ഷെ നമ്മുടെ അയൽപക്കത്ത് അപ്പുറത്തെ അതിർത്തിയിൽ വന്നപ്പോൾ അവർക്കൊരു എതിർപ്പുമില്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്നത് മുഴുവൻ കേരളത്തിനെയായിരിക്കും. അത്ര അടുത്ത ഈ കൂടംകുളത്ത് മറ്റേ ഉദയകുമാർ എന്നൊക്കെ പറഞ്ഞൊക്കെ ഫ്രോഡ് പരിപാടിയായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സ്പേസ് അയാൾക്ക് അവിടുത്തെ ഒരു മതവിഭാഗം ഉണ്ടായിരുന്നു. മതവിഭാഗം സഭയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ. അപ്പോൾ ഇത് പരിസ്ഥിതി അനുകൂല പദ്ധതിയാണെന്ന് ഇതിൻ്റെ രേഖകൾ മുഴുവൻ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതി മുഴുവൻ നോക്കിയാൽ മനസ്സിലാകുന്ന കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. തേരി ഐഡൽ ഡാം പ്രോജക്റ്റ് എന്നൊക്കെ അത് കേന്ദ്ര PSU കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് THDC എന്ന് പറയുന്നത്. അവരാണ് ഈ പ്രോജക്റ്റ് പണിയുന്നത്. ഗോദാവരിയിലെ എർത്തൻ ഡാമിലാണ് ഇത് പണിയുന്നത്. പൈത്തൻ താലൂക്ക് സാംബാജി നഗർ. ഈ NGO മറ്റേ ഗ്രീൻ ട്രിബ്യൂണലിൽ പോയപ്പോൾ അവർ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യത്തെ ബാധിക്കും. പിന്നെ അവിടെ ധാരാളം പക്ഷികൾ വരാറുണ്ട്, പക്ഷി സങ്കേതം. പക്ഷികളൊക്കെ പറന്നു പോകും, പിന്നെ പക്ഷികൾ അവിടെ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഗ്രീൻ ട്രിബ്യൂണലിൽ പറഞ്ഞത്. ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞു നിങ്ങളിത് തെളിയിക്കണം, ഇത് പരിസ്ഥിതിക്ക് ദോഷമാണെന്ന്. ഇങ്ങനെ പക്ഷിയുടെ കാര്യം ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഈ കൗണ്ടറിൽ എടുക്കില്ല. പക്ഷി വെള്ളത്തിലാണ് ജീവിക്കുന്നത്, അതൊന്നും എടുക്കില്ല. അപ്പോൾ ഒരു സ്റ്റഡിയും ഈ മറ്റേ കഹാർ സമാജ് പഞ്ച് കമ്മിറ്റി പരാതിക്കാർ സ്റ്റഡിയൊന്നും നടത്തിയിരുന്നില്ല. വാർത്ത വന്നപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ ആരോ കാശ് കൊടുത്തപ്പോൾ കൊടുത്തതാണത്. അപ്പോൾ പക്ഷി പിന്നെ പോവും, വെള്ളം മലിനമാവും, ഇത്രയൊക്കെ അവർ പറഞ്ഞിരുന്നുള്ളൂ. സോളാർ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് കേന്ദ്ര നയം. അപ്പോൾ അത് കേന്ദ്രം അതിൻ്റെ കടലാസുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലിന് ഈ സംഘടനയ്ക്ക് NGOയ്ക്ക് മറുപടിയൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇത് തള്ളിപ്പോയത്. എന്നിട്ട് ഗ്രീൻ ട്രിബ്യൂണൽ ചോദിച്ചു, ഇതുപോലത്തെ ഈ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവായ പരിസ്ഥിതി ലോല പ്രദേശത്ത് സോളാർ പദ്ധതി പാടില്ല എന്ന് ഏത് നിയമത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നും ചോദിച്ചു. അല്ല, അതിനുവേണ്ടി അവിടെ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ഒന്നും വേണ്ട, പാനൽ വെച്ചിട്ട് നേരെ കറണ്ട് വലിച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. നമ്മുടെ പറമ്പുകളിലും ഒക്കെ ആളുകൾ വെക്കുന്നില്ലേ? അതുകൊണ്ട് എന്ത് മലിനീകരണം ഉണ്ടാവുന്നു? മലിനീകരണം ആർക്കുണ്ടാവുന്നു? അങ്ങനെയാണ് ഈ കോളനികളിലൊക്കെ ഇപ്പോൾ കേന്ദ്രം പൈസ തരുന്നുണ്ടല്ലോ, സബ്സിഡി. എല്ലാവരും ചെയ്യുന്നുണ്ട്, വലിയ ചിലവൊന്നും വരുന്നില്ല. അതിന് ഒരു 2 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ മുകളിലൊക്കെ വെക്കാം. എല്ലാവരും ചെയ്യുന്നത് പരിസ്ഥിതി മലിനീകരണമാണോ? അപ്പോൾ ശത്രുക്കൾ NGOകളെ ഉപയോഗിക്കുകയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇനി ഞാൻ ഏതൊക്കെ വിദേശ സംഘടനകൾ ഇന്ത്യയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേന്ദ്രം തന്നെ ഒരു കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 2014 ഏപ്രിലിൽ നമ്മുടെ ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയിൽ ഇത്തരം വിദേശ സംഘങ്ങളുടെ പേര് ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിദേശ ശക്തികൾ NGOകളെ ട്രസ്റ്റുകളെ ഇന്ത്യയിലുള്ളതിനെ ഇവിടുത്തെ പദ്ധതികൾ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് ഈ ആദായ നികുതി വകുപ്പുകാർ എൻവിറോണിക്സ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിന് റീഅസസ് ചെയ്തിട്ട് നോട്ടീസ് കൊടുത്തു, നിങ്ങളുടെ കണക്കുകളൊക്കെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾക്ക് കണക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, മുമ്പ് അസസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് എൻവിറോണിക്സ് ട്രസ്റ്റ് കോടതിയിൽ പോയി. അപ്പോഴാണ് ഈ എൻവിറോണിക്സ് ട്രസ്റ്റ് ആരാണെന്ന് അന്വേഷിച്ച് IT ഇവർ ഏതൊക്കെ വിദേശ സംഘടനകളിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നു എന്ന് കോടതിയിൽ പറഞ്ഞത്. അത് വളരെ വിശദമായിട്ടുണ്ട്, അതും പ്രേക്ഷകരെ അറിയണമല്ലോ. 2022 സെപ്റ്റംബർ 7 ഈ കമ്പനിക്കെതിരെ ആദായ നികുതി വകുപ്പ് വീണ്ടും നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ആദായ നികുതി വകുപ്പ് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതിയിൽ കുറേ കടലാസുകളൊക്കെ കൊടുത്തു. അതിൽ പറഞ്ഞു ട്രസ്റ്റ് അതിൻ്റെ നിയമാവലിയിൽ പറയുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. ട്രസ്റ്റ് ചെയ്യുന്നത് വിദേശ സഹായം മേടിച്ചിട്ട്
പ്രക്ഷോഭകരെ വാടകയ്ക്കെടുത്തിട്ട് പല പദ്ധതികൾക്കെതിരെയും പ്രക്ഷോഭം നടത്തുകയാണ്. ആ പ്രക്ഷോഭകർക്ക് തുക കൈമാറിയതിൻ്റെ വിശദാംശങ്ങൾ എന്താ ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞു. 90% വരുമാനവും എൻവിറോണിക്സ് ട്രസ്റ്റിന് വിദേശത്ത് നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ആ കേസ് നോക്കിയത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയുമാണ് നോക്കിയത്. ഡൽഹി ഹൈക്കോടതിയിൽ തള്ളിയിട്ട് അതിൻ്റെ അപ്പീലാണ് സുപ്രീം കോടതിയിൽ വന്നത്. സെക്ഷൻ 148 IT ആക്ട് അനുസരിച്ചിട്ടാണ് നോട്ടീസ് കൊടുത്തിരുന്നത്. ടാക്സ് റിട്ടേൺസ് വീണ്ടും കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ 2016 മുതൽ 2021 വരെ ഈ എൻവിറോണിക്സിന് 14.27 കോടി രൂപ സംഭാവനയായി കിട്ടി. ഇവിടെയുള്ളൊരു NGOക്ക് കിട്ടുന്ന സംഘടനയാണ് സംഭാവന 14.27 കോടി. അതിൽ 13.66 കോടിയും വിദേശത്ത് നിന്നായിരുന്നു. 2015-16 ഇവർക്ക് പൈസ കൊടുത്ത വിദേശ സംഘടനകളുടെ പേര് ഇനി പറയാം. ഇവരുടെ പേരൊക്കെ എപ്പോൾ കണ്ടാലും നമ്മൾ സൂക്ഷിക്കണം. ഫൗണ്ടേഷൻ ഫോർ ഇക്കോ സെക്യൂരിറ്റി, സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് പബ്ലിക് ട്രസ്റ്റ്, പിന്നെ DLNOE, ന്യൂ വേസ്റ്റ് പാലോ അൾട്ടോ ഒരു സംഘടനയുടെ പേര്, ഗ്ലോബൽ ഗ്രീൻ ഗ്രാൻസ് വേറൊരു സംഘടന, യൂറോപ്യൻ ക്ലൈമറ്റ് ചേഞ്ച് ഫൗണ്ടേഷൻ. യൂറോപ്യൻ ക്ലൈമറ്റ് ചേഞ്ച് ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള സംഘടനയാണ്. ഇതൊക്കെ വൃത്തികെട്ട സംഘടനകളാണ്. പിന്നെ എർത്ത് ഡേ നെറ്റ്വർക്ക്, എർത്ത് ലൈഫ് കോൾ, ഏഷ്യ റിസോഴ്സ് മോണിറ്ററിംഗ് സെൻറ്റർ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും തോന്നുന്നില്ല, ഭയങ്കര മോണിറ്ററിംഗ് നടത്തുന്ന ഏഷ്യൻ റിസോഴ്സ് മോണിറ്ററിംഗ് സെൻറ്റർ. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് എപ്പോഴും പ്രസ്താവനയൊക്കെ പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഓക്സ്ഫാം ഇന്ത്യ, രാജസംഘടനയാണ്. സാറ സർവീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇങ്ങനെ ഒരു സംഘടന. 2003 ഈ എൻവിറോണിക്സ് ട്രസ്റ്റ് ഉണ്ടായത്. പരിസ്ഥിതി ഗവേഷണം, മനുഷ്യർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, ദുരിതം ഉണ്ടാകുമ്പോൾ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒഡീഷയിലെ ഒരു ഗ്രാമത്തിൽ ദുരിതാശ്വാസം എന്ന മട്ടിൽ ഇവർ പോയിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കി. അവിടെ ഒരു പദ്ധതിക്കെതിരെ ICICI ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഓരോ ആൾക്കും 1250 രൂപ കൊടുത്തതിൻ്റെ കടലാസുകൾ IT എടുത്ത് സുപ്രീം കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ധാരാളം ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ട് സുപ്രീം കോടതിക്ക്. വിദേശ സ്ഥാപനമായ ബോത്തെൻസ് എന്ന് പറഞ്ഞ സംഘടനയും ഇവർക്ക് പൈസ കൊടുത്തിരുന്നു. ഫെയർ ഗ്രീൻ ആൻഡ് ഗ്ലോബൽ അലയൻസ്, ഡച്ച് കമ്പനി, അവരും സഹായം കൊടുത്തിരുന്നു. ഇങ്ങനെ ധാരാളം കമ്പനികൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് അട്ടിമറിക്കാൻ, ഇന്ത്യയുടെ വികസനത്തിന് അട്ടിമറിക്കാൻ മുമ്പ് തന്നെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, IBയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എനർജി സെഗ്മെൻറ്റുകളെ തകർക്കുക, അവിടെ പുതിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പാവരുത് എന്ന് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകളെക്കുറിച്ച് മുമ്പ് ഒരു ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. വളരെ മുമ്പ് നമ്മളിവിടെ കൊണ്ടാടിയിരുന്നില്ലേ മേധാ പട്കർ, നർമ്മദാ പദ്ധതി അല്ലേ? കേരളത്തിലൊരു വലിയ കവയിത്രിയും ഇത്തരം പരിപാടികളൊക്കെ വരുമ്പോൾ മുമ്പിൽ നിൽക്കുമായിരുന്നു. ഏതായാലും ഇത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടൊരു വാർത്തയാണ്. ഈ പറഞ്ഞ പോലെ ഒരു സോപ്പ് സ്റ്റോറിയല്ല, പക്ഷേ നിർബന്ധമായും രാഷ്ട്രീയം ഗൗരവമായി നോക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമായതുകൊണ്ടാണ് നമ്മളിത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.